ഹായ് ഫ്രണ്ട്സ്, സഞ്ചാരിയുടെ പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര നെല്ലിയാമ്പതിയിലേക്കാണ്. അപ്പം ഇന്ന് എൻ്റെ കൂടെയുള്ളത് എൻ്റെ കസിൻ ലിജോ, ഡോൺ, റോയ്, പിന്നെ എൻ്റെ സ്വന്തം അളിയൻ ജിൻസ്. ഞങ്ങൾ ഇന്ന് യാത്ര തിരിക്കുകയാണ്. ആ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് അപ്പോൾ ഇന്ന് ഒരു ട്രിപ്പ് പോകാന്നുള്ള മൂഡാണ്. അപ്പോൾ പിന്നെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു സ്ഥലം അടുത്തുള്ളത് നെല്ലിയാമ്പതി. സംഭവം നമ്മളിവിടെ നിന്ന് ഒരു 10-96 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് പോയി വരാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ കസിനൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല മൂഡായിട്ടാണ് ഇരിക്കുന്നത്. പോവാമെന്നുള്ള സെറ്റപ്പ് തന്നെ. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് പൂശാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു 5 പേര് ഇന്ന് പോവാനുള്ള ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി ഇറങ്ങി. ഈ പോണത് 544 നമ്മുടെ ദേശീയപാത. നമ്മുടെ മുത്ത് പണിതിട്ടും പണിതീരാത്ത കുതിരാമല. ഏതാണ്ട് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. ഇത് പണിയാൻ വേണ്ടി കൊല്ലം കുറേ തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇനി എന്നാവാനാവോ? ഈ സംഭവം പൊളിയാട്ടാ. കാരണം ഏകദേശം 1 കിലോമീറ്റർ നീളമുണ്ട്, 14 മീറ്റർ വീതിയുണ്ട്, 10 മീറ്റർ ഉയരമുണ്ട്. സംഭവമൊക്കെ ഉഷാറാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പണി ഇതുവരെ തീർന്നിട്ടില്ല എന്നുള്ളതാണ്. മറ്റ് പല സ്ഥലങ്ങളിലും പണികൾ തുടങ്ങണു, പണികൾ തീരുന്നു. ഇവിടെയാണെങ്കിൽ കൊല്ലം കുറേയായിട്ടും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. പണ്ട് തുടങ്ങിയിട്ടുള്ള ആ എമൗണ്ടിൻ്റെ ഡബിളായിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞേട്ടെ. എന്താ പറയല്ലേ, നമ്മുടെ നാടല്ലേ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇരുമ്പമ്പാലത്തിലേക്കുള്ള വഴി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുതിരാമ്പാലേ നമ്മുടെ കുതിരാമലയിലെ ബ്ലോക്കിനെ പറ്റിയിട്ട് കേൾക്കാത്തവർ കുറവായിരിക്കും മലയാളികൾ. ആ വഴിയാണ് ഈ വഴി, മനസ്സിലായ? എന്നും ബ്ലോക്കോട് ബ്ലോക്കാണ്. മണിക്കൂർ കണക്കിന് ഇവിടെ ബ്ലോക്കിൽ പെട്ടിട്ട് വേണം പാലക്കാട് നിന്ന് തൃശ്ശൂർ എത്തണങ്ങ. ഇതാട്ടോ നമ്മുടെ കുതിരാൻമല ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ. ഒട്ടുമിക്ക ഡ്രൈവർമാരും ഇവിടെ ഈ ഭണ്ഡാരത്തിൽ നേർച്ചിട്ട യാത്ര പോകുന്നത്. അപ്പോൾ അവരോട് നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും വഴിയിൽ വേറെ തടസ്സങ്ങളൊന്നും വരാണ്ടിരിക്കാനാണ് ഞങ്ങൾ നേർച്ചിടണേന്ന് പറയും. ശരിക്കും ഈ അമ്പലത്തിൻ്റെ സ്ഥാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു കയറ്റത്തിൻ്റെ ഏറ്റവും എൻഡിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യണത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കാണ്. നമുക്കാണെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇത് എല്ലാ കയറ്റത്തിനും ഒരിറക്കുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണോ ആ അമ്പലം അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. പക്ഷെ എൻ്റെ ഒരു ചിന്താഗതിയിൽ ആ അമ്പലത്തിൻ്റെ സ്ഥാനം ഭയങ്കരമായിട്ട് എന്താ പറയുക, ശരിക്കും നമുക്കൊരു മോട്ടിവേഷൻ കൂടിയാണ്. ഞാനിതാരോ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു അറിവാട്ടോ. എല്ലാ കയറ്റത്തിൻ്റെ അവസാനം നമ്മൾ, അതായത് ഉയർച്ചയിലേക്ക് എത്തുന്തോറും നമ്മൾ ദൈവമായിട്ട് അത്രയ്ക്ക് അടുക്കണം എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം അതുകൊണ്ട് അവർ നമുക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിഞ്ഞൂടാ, ഞാനും ഇതാരോ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളൊരു അറിവാണ്. നമ്മളിപ്പോൾ ഇരുമ്പമ്പാലം എത്താറായി. ഇതാ കാണുന്ന പാലാണ് പുതിയ തുരങ്കപാത. അതിലൂടെയാണ് ഇനി തുരങ്കം ഓപ്പണായി കഴിഞ്ഞാൽ വണ്ടികൾ പോവുക. നമ്മളിപ്പോൾ പോണതാണ് ഇരുമ്പമ്പാലം. ഇവിടെ മുതലാണ് ശരിക്കും ബ്ലോക്ക് ആരംഭിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ആ പാത ഓപ്പണായി കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്കൊക്കെ ശരിക്കും കുറയും. കാരണം അങ്ങോട്ട് പോകുന്ന വണ്ടികളും ഇങ്ങോട്ട് വരുന്ന വണ്ടികളും രണ്ടിനും ഇഷ്ടംമാതിരി സ്ഥലമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 14 മീറ്റർ വീതിയുണ്ട് ഓരോ തുരങ്കത്തിനും. അപ്പോൾ വണ്ടികൾക്കൊക്കെ യഥേഷ്ടം അതിലൂടെ ട്രാവൽ ചെയ്യാം. ഇതാണ് പുതിയ ടോൾ. ഇത് വടക്കാഞ്ചേരി എത്താറാവണതിന് മുമ്പുള്ള ടോളാണ്. ഈ 6 വരിപ്പാത പൂർത്തിയായി കഴിഞ്ഞാൽ, ഇപ്പോൾ പല സ്ഥലങ്ങളിലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതും കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ടോൾ ഓപ്പൺ ആവും. റോഡ് ഉണ്ടെങ്കിലല്ലേ നമ്മൾ ടോൾ കൊടുക്കണ്ടോ. അപ്പോൾ ആദ്യം റോഡ് വരട്ടെ, പിന്നെ നമുക്ക് ടോൾ കൊടുക്കാം അല്ലേ. അങ്ങനെ വടക്കാഞ്ചേരിയിൽ നിന്ന് ഞങ്ങളൊരു ഷോർട്ട് കട്ട് എടുത്ത് നെന്മാറയിലേക്ക് പോണ വഴിയിൽ കണ്ട ഒരു കുളമാണിത്. അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു കുളം. അടിപൊളിയായിട്ട് കലിങ്കൊക്കെ കെട്ടി ക്ലീൻ വാട്ടർ. പിന്നെ ഇതാണ് വേറൊരു പ്രത്യേകത, പാലക്കാട് ജില്ലയുടെ ഇഷ്ടംമാതിരി നെൽപ്പാടങ്ങളാണ്. എവിടെ തിരിഞ്ഞാലും സീനറി. അതാണ് പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത.
പാലക്കാടും കുട്ടനാടും കൂടി ഇല്ലെങ്കിൽ മലയാളി അരിക്ക് വേണ്ടി ആന്ധ്രക്കാരെയും തമിഴ്നാട്ടുകാരെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട വന്നേനെ. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ പാലക്കാടും കുട്ടനാടൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അരി കിട്ടാൻ ഇപ്പോൾ ക്ഷാമമില്ല. ഇതാണ് പിന്നെ നമ്മൾ നെന്മാറയിലേക്ക് പോണ വഴി. ഇപ്പോൾ സമയം ഏകദേശം നട്ടുച്ച സമയം കേട്ടോ. എന്നിട്ടും ഇവിടുത്തെ വഴികളിലുള്ള തണവ് കണ്ട, ഇഷ്ടംമാതിരി മരങ്ങൾ, ഇഷ്ടംമാതിരി തണൽ. ഇങ്ങനെ വേണം നമ്മുടെ നാട്ടിലത്തെ എല്ലാ വഴികളും. എന്ത് രസമായിരിക്കില്ല നമ്മുടെ നാട്ടിലത്തെ വഴികളൊക്കെ ഇതുപോലെയാണെങ്കിൽ. കാരണം ഈ സൈക്കിളുമൊക്കെ യാത്ര ചെയ്യുന്നവർക്ക്, ഞാൻ പാലക്കാട് വരെ സൈക്കിൾ ചവിട്ടി പോയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ആ പോണ യാത്രയിൽ മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വളരെ വളരെ ടയേർഡായി മാറും. ശരിക്കും ഇതുപോലെ മരങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സൈക്കിളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പാലക്കാടോ തിരുവനന്തപുരമോ കോട്ടയോ എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുന്നേ. പക്ഷെ ഇതുപോലെ മരങ്ങൾ വേണം, അത് നിർബന്ധമാണ്. കാരണം അതല്ലെങ്കിൽ നമ്മൾ പട്ടിയാവും. സൈക്കിൾ ചവിട്ടി നമ്മൾ പട്ടിയാവും. പക്ഷെ ഇങ്ങനെ തണലൊക്കെയുള്ള വഴികളാണെങ്കിൽ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും പോവാം, ഒരു ക്ഷീണവും നമുക്കുണ്ടാവില്ല. നെന്മാറ അവിടെ അടുത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ഭാഗ്യം എന്നാണ് ഞാൻ പറയുക. കാരണം അവർക്കൊക്കെ ഇത്രയ്ക്കും നല്ല വഴികളെന്ന് ഞാൻ പറയില്ല. റോട്ടിൽ പല സ്ഥലങ്ങളിലും കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. എങ്കിലും രണ്ട് സൈഡും മരങ്ങളാൽ ചുറ്റപ്പെട്ട വഴി, അത് നെന്മാറക്കാരുടെ ഒരു ഭാഗ്യം തന്നെയാണ്. എന്താ സീനറി അല്ലേ, ഒരു കുളം, ആലിൻ്റെ ഇല. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ പോത്തുണ്ടി ഡാം എത്തി. നെല്ലിയാമ്പതിക്ക് പോണ വഴിയിൽ നെന്മാറയിൽ നിന്ന് ഏകദേശം 7.5 കിലോമീറ്റർ പിന്നിടുമ്പോൾ ഉള്ള ഒരു സ്ഥലമാണ് പോത്തുണ്ടി ഡാം. അപ്പോൾ ഇവിടെ മുതിർന്നവർക്ക് 20 രൂപ, കുട്ടികൾക്ക് 10 രൂപ, സ്റ്റിൽ ഫോട്ടോഗ്രാഫി 25 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ചാർജുകൾ. അടിപൊളി സീനറിയാണ്, അടിപൊളി സീനറി. പിന്നെ അതിനകത്ത് കുറച്ച് ഈ ചെടികളും കാര്യങ്ങളൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാനതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം ഇതാണ് അതിൻ്റെ ഭംഗി. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ നമ്മുടെ വണ്ടിയുടെ നമ്പർ അവർ എഴുതിയെടുത്തു. വണ്ടി നമ്പർ എഴുതിയെടുത്തിട്ട് അവർ നമ്മളോട് പറഞ്ഞത് 3 മണിയാകുമ്പോഴേക്കും തിരിച്ചിറങ്ങാൻ പറഞ്ഞു, വൺ ഡേ ട്രിപ്പാണെങ്കിൽ. ഞങ്ങളവിടെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചു, നിങ്ങളെവിടെയാണ് സ്റ്റേ ചെയ്യണത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് ചോദിച്ചു. അപ്പോൾ നമ്മുടെ മുമ്പിൽ പോണ 2 വണ്ടികൾ, ഇത് രണ്ടും നമ്മുടെ വണ്ടികളാണ്. ഓക്കെ, ഞങ്ങൾ മൊത്തം 3 ബൈക്കുമ്മേ 5 പേരാണ് പോയത്. അപ്പോൾ ലിജോ, ഡോൺ, റോയ് 3 പേരും പാലക്കാട് നിന്ന് വന്നു. ഞാനും ജിൻസും തൃശ്ശൂരിൽ നിന്ന് യാത്ര ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ നെന്മാറയിൽ വെച്ച് മീറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ജോയിൻ്റ് ആയിട്ട് പിന്നെ യാത്ര തുടർന്നു. ഈ വഴികളൊക്കെ കണ്ട എന്ത് രസമായിട്ടാണ്. ശരിക്കും ഒരു ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളാണ്, പക്ഷെ എങ്കിലും നല്ല അടിപൊളി വഴികളാണ് ഇവിടുത്തെ. ഇപ്പം നിങ്ങളാരാണെങ്കിലും, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളാരാണെങ്കിലും ശരി, നിങ്ങൾ അത്യാവശ്യം ഡെസ്പായിട്ടിരിക്കുക, നിങ്ങളല്ലെങ്കിൽ ആകെ മൂഡ് ഔട്ടായിട്ടിരിക്കുക. പിന്നെ നിങ്ങൾ ഇപ്പോൾ പല പല ബുദ്ധിമുട്ടുകൾ നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് ഉണ്ടായേക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾ ഡെസ്പായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു യാത്ര പോവുക. ഇനിയിപ്പോൾ ഇതൊന്നും പറ്റിയില്ല, സ്വന്തമായിട്ട് വണ്ടി ഒന്നുമില്ലെങ്കിൽ ഒരു ബസ്സിലായാലും നിങ്ങളൊരു യാത്ര പോക്കും. ഇതുപോലത്തെ ഒരു റൂട്ടിലൊരു യാത്ര പോയാൽ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങളും പകുതി വിഷമങ്ങളും അവിടെ തരും. അതാണ് അതിൻ്റെ പ്രത്യേകത. യാത്രകൾ എപ്പോഴും നമുക്ക് ഒരു പ്രത്യേക സുഖമാണ് നമുക്ക് നൽകുക. ഇങ്ങനെ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ഡ്രൈവൊക്കെ ചെയ്ത് നമ്മൾ പോകുമ്പോൾ, ഡ്രൈവ് ചെയ്യണമെന്നില്ല, നമ്മളിപ്പോൾ വണ്ടിയിൽ ഇരുന്ന് കാഴ്ച കണ്ടുപോയാലും ഇങ്ങനത്തെ വഴികളിൽ കൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോണ്ടില്ല, നമ്മുടെ ഉള്ളിൽ എത്രയ്ക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും, എത്ര വിഷമമുണ്ടെങ്കിലും, എത്രമാത്രം സങ്കടം ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് അങ്ങ് അലിഞ്ഞില്ലാണ്ടാവുന്നു. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. എന്നെയൊക്കെ സംബന്ധിച്ച് കുറച്ച് വിഷമവും കുറച്ച് ദുഃഖവും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ, എന്ന് പറഞ്ഞാൽ ദുഃഖവും ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമല്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്യാറുണ്ട്. യാത്ര ചെയ്യാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാ വിഷമങ്ങളും അതോടുകൂടി തീരും. ഇത് നെല്ലിയാമ്പതിക്ക് പോണ വഴിക്കുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ വരുന്ന സഞ്ചാരികളൊക്കെ വണ്ടി നിർത്തി ഫോട്ടോസ് എടുക്കുന്നത് ഒരു നിത്യ സംഭവം തന്നെയാണ്. അടിപൊളി ഫോട്ടോസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ 3 വണ്ടിയും ഞങ്ങൾ 5 പേരും ഇവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ യാത്ര വീണ്ടും ആരംഭിച്ചു. വഴികളൊക്കെ അത്യാവശ്യം ചെറിയ വഴികളാണ്.
ഒരു ട്രാവലർ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അടുത്ത വണ്ടിക്കാർ ഒതുക്കി കൊടുക്കേണ്ട വഴികളാണ്. അപ്പോൾ ഇവിടുത്തെ വഴികളൊക്കെ പൊതുവെ വീതി കുറഞ്ഞ വഴികളാണ്. മാത്രമല്ല രണ്ട് സൈഡിലും ധാരാളം മരങ്ങളും അടിപൊളി സീനറിയൊക്കെയുള്ള നല്ല ഒരു ഗ്രാമ വഴി തന്നെയാണ് ഇത്. ഈ പോണ വഴിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ധാരാളം പശുക്കളുടെ ഓട്ട മത്സരം, പിന്നെ വഴിനീള ബ്ലോക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് ഇനി കാണാം. എന്ത് രസമായിട്ടല്ല ആ പൂക്കൾ നിൽക്കണ, ആ പൂക്കളും ആ സീനറിയും. അങ്ങനെ അവസാനം നമ്മളിപ്പോൾ ഹോട്ടലിലെത്തി. ഇതാണ് നമ്മൾ താമസിക്കാൻ വേണ്ടി റൂം ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടൽ. അത്യാവശ്യം തിരക്കില്ലാത്തൊരു ഹോട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് പുലയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. പുലയമ്പാറയിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ്. അപ്പോൾ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിലേക്ക് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ബ്ലോക്കാണ്. ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഞാൻ പറഞ്ഞ പോലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും വണ്ടി എടുത്ത് ഇറങ്ങിയിരിക്കുക. കണ്ടോ ബ്ലോക്ക് നിങ്ങൾക്കിപ്പോൾ കാണാം. അടിപൊളി ബ്ലോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞായറാഴ്ചകൾ വരാൻ സൗകര്യപ്പെടുന്നവർക്ക് വരാം, അതല്ല ഇട ദിവസങ്ങളിൽ വരുന്നവർക്ക് ഇട ദിവസങ്ങളിൽ വരാം. അപ്പോൾ ഈ വഴിയിൽ ഇഷ്ടംമാതിരി പശുക്കളെയൊക്കെ നമുക്ക് കാണാം. പശുക്കളുടെ ഓട്ട മത്സരം വരുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. കണ്ടോ, ഇത് സീതാർ മൗണ്ട് വ്യൂ പോയിൻറ്റിലേക്കുള്ള വഴിയാണ്. സംഭവം 2.5 കിലോമീറ്റർ ദൂരമുള്ളൂ എന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം സമയം പിടിക്കും അങ്ങോട്ട് എത്തിച്ചേരാൻ. കാരണം ചെറിയ വഴികളാണ്, പിന്നെ വഴി നീള ബ്ലോക്കാണ്, പിന്നെ അതിൻ്റെ ഇടയിൽ കുത്തിക്കയറ്റി കൊണ്ടുവരുന്ന കുറേ ഡ്രൈവർമാരുടെ അഭ്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഇതാണ് സീൻ. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ട ഇവിടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്, വേണ്ടവർക്ക് മേടിച്ച് കഴിക്കാം. പിന്നെ റോഡൊക്കെ വളരെ മോശമാണ്, കുണ്ടും കുഴിയുള്ള റോഡ് തന്നെയാണ്. പക്ഷേ ഈ സീനറിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി കുണ്ടും കുഴിയുള്ള റോട്ടിൽ കൂടെ സഞ്ചരിച്ചാലും തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഈ വ്യൂ ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെയുള്ള വഴി കൂടെ പോയാലും യാതൊരു വക തെറ്റൂല. റോഡ് മോശമായതിനെ നമ്മൾ കുറ്റം പറയും എന്നുണ്ടെങ്കിലും ഈ കാഴ്ചകൾ ഇതൊക്കെ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീടത് നമ്മുടെ ലോക്കൽ പ്ലാന്റേഴ്സിനൊക്കെ കൊടുത്തു, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഫോട്ടോസൊക്കെ നമുക്ക് എടുത്ത് കൂട്ടാം, ചറപറ ഫോട്ടോസ് എടുത്ത് നിറയ്ക്കാം. ഇവിടെയൊന്നും പക്ഷെ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യരുത്, കാരണം വളരെ ചെറിയ റോഡാണ്, ബ്ലോക്ക് വരും. പക്ഷെ നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഈ പോണ വഴിയിൽ നമുക്കുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ പോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സീതാർകുണ്ട് ഹിൽ സ്റ്റേഷൻ്റെ താഴെ നമ്മളെത്തി. ഇനി ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരമുള്ളൂ ആ വ്യൂ പോയിൻറ്റിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ പേരും മൊബൈൽ നമ്പറും വണ്ടി നമ്പറും നമ്മൾ കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇവിടുന്ന് യാത്ര തുടരാൻ. അങ്ങനെ നമ്മൾ അവിടെ പേരും ഫോൺ നമ്പറും നമ്മുടെ വരുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ തണലും ഫുൾ സീനറിയും, ഒരു രക്ഷയില്ലാത്ത സീനറി. അങ്ങനെ നമ്മൾ വലിയ താമസമില്ലാണ്ട് ഇപ്പോൾ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിലെത്തും. അപ്പോൾ ഈ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിനെ പറ്റിയിട്ടുള്ളൊരു കഥയുണ്ട്. അതായത് രാമനും ലക്ഷ്മണനും സീതയൊക്കെ പണ്ട് വനവാസക്കാലത്ത് ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ സീത ഇവിടുത്തെ കാട്ടുചോലയിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് പൂജകൾ അർപ്പിച്ചു എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കണം ഈ സീതാർകുണ്ട് എന്നുള്ളൊരു പേര് ഈ ഒരു വ്യൂ പോയിൻറ്റിന് കിട്ടാൻ കാരണം. ഞാൻ എൻ്റെ ഒരു നിഗമനം പറഞ്ഞതാണ്, അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇവിടെ നിങ്ങൾക്ക് BSNL മാത്രമാണ് റേഞ്ചുള്ളൂ, വേറെ സിം കണക്ഷൻസൊക്കെ ഉണ്ടായിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ BSNL മാത്രമാണ് നമുക്കിവിടെ റേഞ്ച് കിട്ടാൻ ചാൻസ് ഉള്ളൂ, മനസ്സിലായോ? അങ്ങനെ ഞങ്ങൾ അവസാനം സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിൻ്റെ പാർക്കിങ്ങിലെത്തി. ഞങ്ങളുടെ ബൈക്കൊക്കെ ഞങ്ങൾ പാർക്ക് ചെയ്തു. ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടുത്തെ തിരക്കും ബഹളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊറോണ തെറ്റിദ്ധരിക്കും.
നമുക്ക് കൊറോണേനെയാണോ പേടി, കൊറോണയ്ക്ക് നമ്മളെയാണോ പേടി എന്നുള്ള കാര്യത്തിൽ അതുപോലത്തെ തിരക്കാണ്. ഇപ്പോൾ ആൾക്കാർ നടക്കുന്ന ഈ വഴി കൂടെ നടന്നിട്ട് വേണം നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിന്റിലെത്താൻ. അപ്പോൾ അങ്ങനെ ഞങ്ങളും യാത്ര ആരംഭിച്ചു. പാർക്കിങ്ങിന് ഏകദേശം 5 മിനിറ്റ് യാത്രയുണ്ട്. ഞങ്ങളുടെ കൂടെ വന്ന റോയ്, ജിൻസ്, ലിജോ, ഡോൺ എല്ലാവരും നമ്മുടെ കൂടെ വരുന്നുണ്ട്. ലിജോ നമുക്ക് ഹായൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ സ്മോക്കിംഗ് അനുവദിക്കുന്നതല്ല, കാരണം ഫുൾ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എങ്ങാനും സ്മോക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അത് തീപിടുത്തം വരെ സംഭവിക്കാം. അതുകൊണ്ട് സ്മോക്കിംഗ് അലൗഡ് അല്ല. നമ്മളങ്ങനെ എത്താറായി. ഇവിടെ ഒരു മരം വീണ് എടുക്കുന്നുണ്ട്. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് നടക്കാൻ. അപ്പോൾ ചില ആൾക്കാർ ഇത് ചാടി കടന്നു പോകുന്നു, കുറേ പേര് ഇതിൻ്റെ അടിയിൽ കൂടെ കടന്നു പോകുന്നു. അപ്പം അങ്ങനെയുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വ്യൂ പോയിൻ്റ്. അങ്ങനെ നമ്മളിപ്പോൾ അവസാനം നമ്മുടെ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് പേര് ഇവിടെ നിന്ന് സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പാലക്കാടിൻ്റെ അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഒരുപാട് ഗ്രാമങ്ങൾ താഴെ നമുക്ക് കാണാനായി സാധിക്കും. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പരന്നു കിടക്കുന്ന ഗ്രാമങ്ങൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു അപകട മേഖല കൂടിയാണ്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മലയിടിച്ചിലിന് സാധ്യതയുണ്ട്, ഗർത്തത്തിനടുത്തേക്ക് പോകുന്നതും വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകുന്നതും അപകടകരമാണ്, പ്ലാസ്റ്റിക് മറ്റ് മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് കുറേ കുരങ്ങന്മാരൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവയ്ക്ക് ഭക്ഷണം കൊടുക്കരുത്. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവ നമ്മളെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നത് കാണാം. നമ്മുടെ കൂടെ വന്ന ലിജോ ആ നെല്ലിയാമ്പതിയുടെ ഐക്കണായ നെല്ലിമരത്തിൻ്റെ താഴെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാം. ഞങ്ങളും അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തു. ഇതാണ് നെല്ലിയാമ്പതിയുടെ ഒരു ഐക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മരമാണ്. ഇപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ താഴെ നിൽക്കുന്ന കുറേ ഫോട്ടോസ് നമുക്ക് കാണാനായി സാധിക്കും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ യാത്ര തിരിച്ചു. അത് ഒരു 1 വേ ആണ്. നമ്മൾ കറങ്ങി തിരിഞ്ഞ് വേണം നമ്മൾ റോട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ചിലർ കാറ് റോങ് സൈഡിൽ പാർക്ക് ചെയ്ത് മറ്റുള്ളവർക്കും ബ്ലോക്ക് ഉണ്ടാക്കുന്നതായിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ വരുമ്പോഴേക്കും ഒരു പരുന്ത് പറക്കുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ എടുത്തിട്ടുണ്ട്. പരുന്ത് തിരിച്ചു വരുമെന്ന് കരുതി, പക്ഷെ അത് എവിടേക്കോ പറന്നുപോയി. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ബാൽക്കണിയിൽ ചെന്നിരുന്നപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. തേയിലത്തോട്ടവും അതിൻ്റെ പുറകിൽ മലയും അതിൻ്റെ പുറകിൽ സൂര്യാസ്തമയമൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം, വണ്ടി എടുത്ത് അങ്ങോട്ട് പോയാലോ ഒന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്തു, അങ്ങോട്ട് വിട്ടു. അങ്ങനെ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ സൂര്യാസ്തമയം കണ്ടുകൊണ്ട് ബൈക്കുമേ ഒരു അടിപൊളി യാത്ര. എന്താ ഫീല്! ഇജ്ജാതി ഫീലൊക്കെ കിട്ടണമെങ്കിൽ ഉണ്ടല്ല ഇതുപോലത്തെ സ്ഥലങ്ങളിൽ തന്നെ വരണം. ലാലേട്ടൻ പറയും പോലെ ഉയരം കൂടുന്തോറും ചായക്ക് കടുപ്പം കൂടും എന്ന് പറഞ്ഞ പോലെ തന്നെ ഉയരം കൂടുന്തോറും കാഴ്ചകൾക്ക് ഭംഗി കൂടും. അതാണ് സത്യം. ഇവിടെ നിന്നുള്ള ഓരോ വ്യൂവും വേറെ ലെവലാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു മരം കാണാം. ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലായിട്ട് ഇങ്ങനെ നട്ടിട്ടുള്ള ഒരുപാട് മരങ്ങൾ കാണാം. ഇതിനെ പറയുന്ന പേരാണ് സിൽവർ റോസ് എന്ന്. അപ്പോൾ ഞാനിതിൻ്റെ കാരണം അന്വേഷിച്ചു, എന്തിനാണ് ഈ മരങ്ങൾ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ നട്ടിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, തേയിലകൾക്ക് തണൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് സിൽവർ റോസ് എന്ന് പേരായിട്ടുള്ള ഈ മരം തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഇഷ്ടംമാതിരി നിരത്തി നട്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കും ഒരു പുതിയ അറിവാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ റോഡൊക്കെ ഭയങ്കര മോശമാണ്. നമ്മളിനി ഓഫ് റോഡിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നമ്മൾ ഓഫ് റോഡിലേക്ക് ഡീവിയേറ്റ് ചെയ്യും. പിന്നെ ശരിക്കും ആ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടിയുള്ള ഒരു യാത്ര, അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ വന്ന ടീമുകൾ ഇതേ മുമ്പിൽ പോകുന്നുണ്ട്. അവിടെ 2 ബൈക്കിൻ്റെ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സംഭവം വേറെ ഒന്നുമല്ല, ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാണ്ടുള്ളൊരു യാത്രയിലാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ഞങ്ങൾ ചോദിച്ചു, ഇവിടെ കാണാൻ വല്ലതും ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ കാണാനൊന്നുമില്ല പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു. എങ്കിലും പറഞ്ഞു അവിടെ നല്ല സീനറി കിട്ടുമെന്ന് പിള്ളേർ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ച് വണ്ടി മുന്നോട്ട് എടുത്തു.
അങ്ങനെ ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയി. ഇത് ഓഫ് റോഡ് കയറി. ഇത് അത്യാവശ്യം നല്ല ദൂരം മുന്നോട്ട് പോകാനുണ്ട്. കാരണം കിലോമീറ്റേഴ്സ് നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമാണ് നല്ല വ്യൂ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോൻ്റെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. എങ്കിലാണ് നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് വഴി ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിൽവർ റോസ് മരങ്ങൾ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ നിറയെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേയിലകളിൽ അത്യുഗ്രമായിട്ടുള്ള ചൂടിൽ നിന്ന് തേയിലയെ രക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ധർമ്മം എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ നമ്മൾ ദൂരം പോകുന്തോറും നല്ല നല്ല സീനറികൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ ഇതിൻ്റെ മണ്ടയ്ക്ക് എത്തി. അമ്മേ വയ്യ. ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. തേയിലയും മലയും സൂര്യാസ്തമയവും പിന്നെ കിളികളുടെ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ നമുക്കിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ സാധിക്കില്ല. എന്താ വ്യൂ! അപ്പോൾ ഞങ്ങളിവിടെ നിന്നിങ്ങനെ വ്യൂ പിടിക്കുന്ന സമയത്ത് ഡോണും അതുപോലെ തന്നെ റോയും കൂടിയിട്ട് വണ്ടി എടുത്തിട്ട് ഞങ്ങൾക്ക് ഇനിയും കാഴ്ച കാണണം എന്ന് പറഞ്ഞൊരു ഉടൽ വിട്ടു. ഞാനും ജിൻസും ലിജോനും ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പിള്ളേർ രണ്ടുപേരും കുറച്ച് ദൂരത്തേക്ക് പോയി. അങ്ങനെ ഞങ്ങളിവിടെ അവരെയും കാത്ത് പോസ്റ്റായി നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വരുന്നുണ്ട് ബൈക്കിൽ നിന്ന്. അവരുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം. അങ്ങനെ പിള്ളേരുടെ അഭിപ്രായം കേട്ടില്ലേ? പൊളി സാധനം എന്നാണ് പിള്ളേർ പറയണേ. പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് വിട്ടു. ഇനിയിപ്പോൾ നമുക്ക് നേരെ റൂമിൽ പോകണം. റൂമിൽ പോയി താമസിക്കണം. നാളെ രാവിലെ നമുക്ക് കുറച്ച് പ്ലാനുകളുണ്ട്. നാളെ രാവിലെ വേണം നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ പോകാനും അതുപോലെ തന്നെ മണലാരു ടീ എസ്റ്റേറ്റ്, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ടീ എസ്റ്റേറ്റാണ് മണലാരു ടീ എസ്റ്റേറ്റ്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമുക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ റൂമിലേക്കുള്ള യാത്രയിലാണ്. ഈ ഹോട്ടലിൽ താമസിക്കാൻ ഞങ്ങൾ ഒരു സ്യൂട്ട് റൂമാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ 5 പേർക്ക് ആകെ 2500 രൂപ മാത്രമാണ് വന്നിട്ടുള്ളൂ. ബാത്ത് ടബ് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല. 2 ബെഡ്റൂം, ഒരു ഹാള്, പിന്നെ ഒരു ഡ്രോയിങ് റൂം, അങ്ങനെയുള്ളൊരു സെറ്റപ്പ്, ബാൽക്കണി, അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് ഈ ഹോട്ടലിൽ സ്യൂട്ട് റൂമായിട്ടുള്ളത്. 2500 രൂപ. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂമാണ്. നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള ദൃശ്യമാണ് രാവിലത്തെ. നമ്മൾ ഇന്നലെ രാത്രി കാണിച്ച അതേ തേയിലത്തോട്ടം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നു. ഞങ്ങൾ വന്ന സമയത്ത് ഇത് ഓപ്പൺ അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കറക്റ്റ് 10 മണിയായപ്പോൾ ഇവിടെ ബെല്ലടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഓപ്പണായി. അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് കയറി. അപ്പോൾ ഇവിടെ ചെടികളോ അല്ലെങ്കിൽ പൂക്കളോ വല്ലതും പറിച്ചു കഴിഞ്ഞാൽ 500 രൂപ നമ്മൾ പിഴടയ്ക്കണം. ഇപ്പോൾ കൊറോണ പ്രോട്ടോക്കോൾ പ്രകാരം നമ്മളിവിടുത്തെ പേരും ഫോൺ നമ്പറും സ്ഥലവും എല്ലാം നമ്മളിവിടെ ഈ രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തണം. അപ്പോൾ ഈ 23-ാം തീയതി ഞങ്ങൾ ചെന്ന ദിവസം ആദ്യത്തെ അതിനകത്തുള്ള കസ്റ്റമർ ഞങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾ പേരൊക്കെ എഴുതി. ഇനി ഈ ഓറഞ്ച് ഫാമിനകത്തുള്ള കുറേ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരുപാട് റോസാ ചെടികൾ നിൽക്കുന്നുണ്ട്. പല വെറൈറ്റിയിലുള്ള റോസാ ചെടികൾ, ഓറഞ്ചുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നേരെ നെല്ലിയാമ്പതിയിലേക്ക് വരാം. നെല്ലിയാമ്പതി ഓറഞ്ച് ഫാമിൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഓറഞ്ച് ചെടികൾ ഇവർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പുതിയതായിട്ട് പ്ലാന്റ് ചെയ്തിട്ടുള്ള ചെടികളാണ്. ഒരുപാട് ഡിസ്റ്റൻസിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ക്യാമറയിൽ കിട്ടാവുന്നവൻ്റെ മാക്സിമം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വെറൈറ്റി ചെടികളും പിന്നെ പല ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ലെഫ്റ്റിലേക്കുള്ള ഈ വഴി കൂടെ നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒരുപാട് പൂക്കളും കോളിഫ്ലവർ, ക്യാബേജ്, ചൈനീസ് ക്യാബേജ്, ഫാഷൻ ഫ്രൂട്ട്, അത്തിപ്പഴം, പിന്നെ കുറേ പുതിയ ചെടികളും നമുക്കിവിടെ കാണാം. ഇവിടുത്തെ തൊഴിലാളികൾ വളരെ നല്ല ആൾക്കാരാണ്. നമുക്ക്
എന്ത് വേണമെങ്കിലും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചെടീനെ പറ്റി സംശയം ഉണ്ടെങ്കിൽ അവർ നമുക്കത് വളരെ ഭംഗിയായി പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ തൊഴിലാളികൾ അല്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാർ ശരിക്കും എന്താ പറയുക, അത്രയ്ക്കും നല്ല മനുഷ്യരാണ്. ആ കാര്യത്തിൽ നമ്മൾ സമ്മതിച്ച് കൊടുത്തേ മതിയാവൂ. കാരണം ഇപ്പോൾ നിങ്ങൾക്കൊരു ചെടിയുടെ പേരറിയില്ല, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സിൻ്റെ പടം എടുക്കണം, അവർ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ അടുത്ത് പോയി ഫോട്ടോ എടുത്തോ, പക്ഷെ നിങ്ങൾ പറിക്കരുത്. പറിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഫൈൻ കിട്ടും 500 രൂപ. അത് നിങ്ങൾ കെട്ടിയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്നവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ, ഇവിടെ വന്ന് ഇവിടുത്തെ ചെടികളും പൂക്കളും ഒന്നും പറിക്കരുത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ മറ്റുള്ളവർക്കും കാഴ്ചകൾ നൽകിക്കൊണ്ട് അങ്ങനെ നിൽക്കട്ടെ. ഹൈഡ്രേഞ്ചിയ എന്ന് പറഞ്ഞ ചെടിയാണിത്. പോയിന്റ് സെറ്റിയ എന്ന് പറഞ്ഞ ചെടിയാണിത്. ഇതാണ് ചേച്ചി ഇതിൻ്റെ പേര്? അതിൻ്റെ മോഡലല്ലേ, നീലക്കുറിഞ്ഞി മോഡല്. ആ ഹാ ഹാ, അതെ അതെ അതെ. പിന്നെ പറഞ്ഞത് ഇതല്ലേ പോയിന്റ് സെറ്റിയ. പോയിന്റ് സെറ്റിയ എന്ന് പറഞ്ഞൊരു ചെടിയാണിത്. അതെ അതെ അതെ. ആ ഹാ ഹാ, ആ മുസാൻ്റെ ആണിത്. ഞാൻ തൃശ്ശൂര്. അസേലിയ എന്ന് പറഞ്ഞ ചെടി. നമ്മുടെ പോയിന്റ് സിറ്റിയ എന്ന് പറഞ്ഞ ചെടി അതിനകത്ത് നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് കിടക്കുന്നത് നമുക്ക് കാണാം. പിന്നെ ഇവിടെ തന്നെ ഒരു സെയിൽസ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് സ്ക്വാഷ്, ജാമ്, പിന്നെ ചാമ്പയ്ക്ക അതിൻ്റെ സ്ക്വാഷ്, അങ്ങനെ ഒരുപാട് ഫാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ ചെടികളും നിങ്ങൾക്ക് വാങ്ങാം. ഫാഷൻ ഫ്രൂട്ടൊക്കെ ഇവിടെ ഞാൻ കിടക്കണ കെടുപ്പ് കണ്ടോ, ഇത് രസമായിട്ടല്ലേ ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. ഇതാണ് ചൈനീസ് കാബേജ്. ഇത് കാബേജ് അല്ലേ ചേട്ടാ? കോളിഫ്ലവർ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് വെറൈറ്റി പൂക്കൾ കാണാം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പൂക്കൾ. ഇതാ നിൽക്കണം നമ്മുടെ ചെമ്പരത്തി. ഇവിടെ ചെമ്പരത്തി മാത്രമൊന്നുമില്ല, റോസുകൾ. എന്തോരം വെറൈറ്റി റോസുകൾ അവിടെ ഉള്ളതെന്നറിയോ? എൻ്റെ വീട്ടിൽ ഞാൻ റോസ് കൊണ്ടുവച്ചിട്ട് ഇതുവരെ ഇത് എത്ര കൊണ്ടുവച്ചിട്ടും കാര്യമില്ല, പിടിച്ചു കിട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. എന്തോരം റോസ് മേടിച്ച് കൊണ്ടുവന്നിരിക്കുന്നു, എല്ലാം നശിച്ചു പോയി. ഇവിടെയാണെങ്കിൽ എല്ലാ ടൈപ്പ് റോസുകളും ഉണ്ടായി നിൽക്കണ കാണുമ്പോൾ കൊതിയ വചയാണ്. എന്താ രസമായിട്ട് ഇവിടെ റോസുകൾ ഉണ്ടായി നിൽക്കണേ. അത് കൊലയായിട്ടുള്ള റോസുകൾ, ഓരോന്നുള്ള റോസുകൾ, മഞ്ഞ, ചുവപ്പ്, റോസ് കളറുള്ള റോസുകൾ, അങ്ങനെ വെറൈറ്റി റോസുകൾ. ഇതെന്താണോ നമ്മുടെ വീട്ടിൽ മാത്രം ഉണ്ടാവാത്തത്? ഇതിൻ്റെ പുറകിലുള്ള ഗുട്ടൻസ് അതെന്തായാലും മനസ്സിലാക്കിയേ മതിയാവൂ. ഇവിടെ റോസ് മാത്രമൊന്നുമല്ല കേട്ടോ, അതിൻ്റെ മുകളിൽ വേറെ എന്തോ ഒരു ചെടി നിൽക്കുന്നുണ്ട് വെള്ള പൂക്കളായിട്ട്. എൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഫേവറേറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ് ആയതുകൊണ്ടാണ് ഞാൻ റോസിനെ മാത്രം എടുത്ത് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ വേറൊരു ടൈപ്പ് ഒരു സംഭവം കണ്ട, അത് അടിപൊളിയായിട്ടുണ്ട്. അതിന് എന്താ പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇവർ ഈ OVF എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കണ്ട, ഒരു തരം പുല്ല് പോലത്തെ ഒരു തരം ചെടി കൊണ്ട്. അതുകൊണ്ട് ഇവർ സ്റ്റാറും അങ്ങനെ പല ഡിസൈനിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട നിങ്ങൾ തൂങ്ങി കിടക്കണേ, അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ലവ് ചിഹ്നം, സ്റ്റാർ, അങ്ങനെ പല ഷേപ്പിലും ഒരു തരം. ഇതിനെന്താ പറയാന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി കാണാൻ നല്ല രസമുണ്ട്. നമ്മുടെ വീട്ടിലായാലും കൊണ്ടുപോയിട്ട് ഇങ്ങനെ തൂക്കിയിടാണെങ്കിൽ നല്ല രസമായിരിക്കും. കളർഫുള്ളാണ്, അതാണ് ഇവിടുത്തെ പ്രത്യേകത. പല കളറിലുള്ള ഒരുപാട് പൂക്കൾ, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പച്ച, മഞ്ഞ, ചുവപ്പ്. പച്ച എന്ന് ഉദ്ദേശിച്ചത് പൂവല്ല കേട്ടാ, ഈ ഇലയുടെ കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചുവപ്പ്, റോസ്, പിങ്ക്, വയലറ്റ്, വെള്ള, വെറൈറ്റി കളറിലുള്ള പൂക്കൾ. ഈ പൂക്കളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ. ഇതേതാ പൂവെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.
നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയണ്ടേ. ഇനി ആരും നെല്ലിയാമ്പതിയിലെ ഓറഞ്ച് തോട്ടം കണ്ടില്ല എന്ന് മാത്രം പരാതി പറയരുത്. ഇതാണ് അവിടുത്തെ ഓറഞ്ച് തോട്ടവും അതിലുണ്ടായി നിൽക്കുന്ന നല്ല ശുദ്ധമായ ഓറഞ്ചും. ഇവിടെ ചില ഓറഞ്ചൊക്കെ പഴുത്ത് കണ്ടാ, കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാവുന്ന പാകത്തിലാവും. ഇപ്പോൾ ഇത് പച്ച കളറാണ്, പക്ഷെ സെറ്റായി വരും. കുറച്ച് സമയം കൊടുത്താൽ മതി. ഓറഞ്ച് ഉണ്ടായി നിൽക്കണം ഇപ്പോൾ കണ്ട. അപ്പോൾ എല്ലാവർക്കും ഈ ഓറഞ്ചൊക്കെ ഒരു പുതിയ അനുഭവമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിതൊരു പുതിയ അനുഭവമാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ പോണ വഴിയിൽ ഇവിടെ കുറേ ജീപ്പുകൾ കിടക്കുന്നുണ്ട് ഈ പുലയമ്പാറ ജംഗ്ഷനിൽ. അപ്പോൾ ഇതൊക്കെ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി സെറ്റായി കിടക്കുന്ന ജീപ്പുകളാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കുറേ ചേട്ടന്മാരുണ്ട്. അപ്പോൾ ഇവരോട് ചോദിക്കാം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. ചേട്ടാ, ഇത് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? നമുക്ക് ഒരു ട്രിപ്പ് പോകണമെങ്കിൽ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് ഇവിടെ ഓഫ് റോഡ് പോകുന്ന ഒരു വണ്ടിക്ക് 1600 രൂപ ചാർജ് വരും. ഓക്കെ. പിന്നെ ഫോറസ്റ്റിന്റെ എൻട്രി പാസ് ഉണ്ട്. ഓക്കെ. ഫോറസ്റ്റിന്റെ എൻട്രി പാസ് ഒരാൾക്ക് പെർ ഹെഡ് 50 രൂപയും 100 രൂപ എൻട്രി പാസുമാണ് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ അടയ്ക്കുന്നത്. 3 വ്യൂ പോയിന്റ് ആണ് ഉള്ളത്. ഫസ്റ്റത്തെ വ്യൂ പോയിന്റ് മിന്നാമ്പാറ, രണ്ടാമത്തെ മാട്ടുമല എന്ന് പറയും, മൂന്നാമത്തത് കാരാശ്ശേരി എന്ന് പറയും. മൂന്നും ടൈഗർ റിസർവ് ഏരിയയുടെ ഉള്ളിൽ കൂടെ ഫോറസ്റ്റിനുള്ളിലേക്ക് പോകുന്ന യാത്രയാണ്. അനിമൽസിനെ കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ നല്ല അഡ്വഞ്ചർ ട്രിപ്പാണ്. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് പക്ക ഓഫ് റോഡാണ്. 4x4 ജീപ്പ് മാത്രമേ കയറുള്ളൂ. ഒരു 3 മണിക്കൂർ ആവും നമുക്ക് ഈ 3 സ്ഥലം കണ്ട് തിരിച്ചു വരാം. നമുക്ക് എത്ര പേർക്ക് അപ്പോൾ യാത്ര ചെയ്യാൻ പറ്റും ഒരു ട്രിപ്പിൽ? യാത്ര ചെയ്യാനായിട്ട് നമുക്ക് 6 പേര് 7 പേരാണ് നമുക്ക് അലൗഡ് ആവുന്നത്. അപ്പൊ ഈ കൊറോണ ഇതുള്ളത് കാരണമാണ്. അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ജീപ്പ് 5+1 ആണ്. ഒരു 2 പേരിനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓഫ് റോഡ് ആയത് കാരണം ഓവർ ലോഡ് പറ്റില്ല. നല്ല സ്ഥലമാണ്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1600 രൂപയല്ല, കൂടുതലായിട്ടും ഇതാവും. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ നമ്പർ പറയാം. ട്രെക്കിംഗ് മാത്രമല്ല, ഇവിടെ ഫോറസ്റ്റിനുള്ളിൽ റൂമുകളുണ്ട്. ഇപ്പൊ വരുന്നവർക്ക് എന്ത് സഹായം വേണമെങ്കിൽ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നതാണ്. ഓക്കെ. അതിനായിട്ട് ഇപ്പൊ ഏകദേശം എത്ര ചാർജ് വരുന്നുണ്ട്? ഈ ഫോറസ്റ്റിനകത്തുള്ള റൂമുകളിലൊക്കെ സ്റ്റേ വേണമെന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ആണോ അതോ ഗവൺമെന്റ് ആണോ? പ്രൈവറ്റ് ആണ്. ഗവൺമെന്റ് ഇല്ല, പ്രൈവറ്റ് റിസോർട്ടുകളാണ് എല്ലാം. നമുക്ക് സാധാരണക്കാർക്കും VIP കൾക്കും എല്ലാം ഒതുങ്ങുന്നത് പോലെ നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ. നമ്പർ സ്റ്റാർട്ടിംഗ് ഉണ്ട്. നമ്പർ പറയാം: 9495172320. ചേട്ടന്റെ പേരെങ്ങനെ? എന്റെ പേര് സുജീഷ് എന്നാണ്. സുജീഷ്. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും താങ്ക് യു. ഓക്കെ. ഇതാണ് നമ്മുടെ AVTയുടെ മണലാരു ടീ എസ്റ്റേറ്റ്. AVTയുടെ വലിയൊരു ഫാക്ടറി നിങ്ങൾക്ക് ഇവിടെ കാണാനായി സാധിക്കും. ഇതിനകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. ഹണ്ടിങ്, ലിറ്ററിങ്, ട്രസ്പാസിങ് ഇത് 3ഉം അനുവദനീയമല്ല. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ടീ കൗണ്ടർ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇവിടുത്തെ തേയില എല്ലാം നമുക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. മണലാരു എസ്റ്റേറ്റിൻ്റെ നടുവിലൂടെയുള്ള യാത്രയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന എസ്റ്റേറ്റാണ് മണലാരു എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. AVT ഗ്രൂപ്പാണ് ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ പാലത്തിൻ്റെ താഴെ എന്തായിരിക്കും? അയ്യോ, കൊച്ചു കുറേ മീനുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. കണ്ട, ഈ മീനുകൾ മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ ഈ ക്യാമറ പതുക്കെ ഇങ്ങനെ പൊക്കാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ആമ്പൽപ്പൂവും ഈ ആമ്പൽപ്പൂവ് നിൽക്കുന്ന ഈ താഴ്വാരം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ അപ്പുറത്ത് തേയിലത്തോട്ടം, അതിൻ്റെ അപ്പുറത്ത് മലകൾ, അതിൻ്റെ അപ്പുറത്ത് നീലാകാശം. എന്താ ഭംഗി! ഇങ്ങനത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരണം. വീണ്ടും നമുക്ക് യാത്ര മുന്നോട്ട് തന്നെ പോവാം. പോകുന്ന വഴിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിൽവർ റോസ് മരങ്ങൾ ഒരുപാട് നട്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിൽവർ റോസ് മരങ്ങളുടെയും തേയിലത്തോട്ടങ്ങളുടെയും ഇടയിലൂടെയുള്ള ചെറിയ റൂട്ടിലൂടെ ഉള്ള നമ്മുടെ യാത്ര ഫുൾ പച്ചപ്പ്. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, നമ്മളിതിപ്പോൾ എവിടേക്കാണ് പോണേന്ന് അല്ലേ? നമ്മുടെ ഈ യാത്ര ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ഈ കൈക്കാട്ടി എന്ന് പറഞ്ഞ ജംഗ്ഷൻ, അതായത് നമ്മൾ താമസിച്ച പുലയമ്പാറയിൽ നിന്ന് 2.5 കിലോമീറ്റർ നമ്മൾ താഴോട്ട് വന്നിട്ട്
അവിടെ ഒരു ജംഗ്ഷനുണ്ട്, അതിൻ്റെ പേരാണ് കൈക്കാട്ടി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കൈക്കാട്ടിയിൽ നിന്ന് ലെഫ്റ്റ്, നമ്മൾ താഴെ നിന്ന് കയറി വരുമ്പോൾ കൈക്കാട്ടിയിൽ നിന്ന് റൈറ്റ്. അപ്പോൾ ആ വഴി കൂടെ നമ്മൾ കുറേ ദൂരം പോകുമ്പോഴാണ് ഈ പറഞ്ഞ AVTയുടെ ഈ എസ്റ്റേറ്റും അതുപോലെ തന്നെ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ വരുന്നത്. നമ്മൾ ഈ AVTയുടെ എസ്റ്റേറ്റും ഹാങ്ങിങ് ബ്രിഡ്ജും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു, ഞങ്ങൾ ഇറങ്ങി. ഇപ്പം ഞങ്ങൾ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഇത് 2ാമത്തെ ദിവസമാണ്. ഇനി ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ കണ്ട് നമുക്ക് തിരിച്ച് താഴെ 3 മണിയാകുമ്പോഴേക്കും എത്തണം. എങ്കിലാണ് നമ്മളെ താഴത്തെ ഫോറസ്റ്റ് ഗാർഡ് ഓഫീസിൽ നിന്ന് കടത്തി വിടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുന്നോട്ടുള്ള യാത്രയിലാണ്. മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളിപ്പോൾ എസ്റ്റേറ്റുകളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ചെറിയ ഒരു വഴി കൂടെ ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉച്ചയ്ക്കാണ് ഞങ്ങളുടെ യാത്ര. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് തണവുള്ള, ഒരുപാട് തണലുള്ള, നല്ല കുളിർമയുള്ള റോട്ടിൽ കൂടെയാണ് ഞങ്ങളുടെ യാത്ര. ഈ യാത്രയുടെ അവസാനമാണ് നമുക്ക് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാനായി സാധിക്കുക. അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ വരുന്ന വഴിയിൽ അടിപൊളി വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. നിങ്ങൾ ഫാമിലി ആയിട്ട് വരാണെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായി വരാണെങ്കിലോ നിങ്ങൾക്ക് നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഈ വരുന്ന വഴിയിൽ ഉടനീളമുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് കാപ്പിത്തോട്ടങ്ങളാണ്. ഇത്ര നേരം നമ്മൾ കണ്ടത് കംപ്ലീറ്റ് തേയിലത്തോട്ടങ്ങളാണ്. ഇനി തേയിലത്തോട്ടങ്ങളുടെ സമയം കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ കാപ്പിത്തോട്ടങ്ങളാണ്. അപ്പോൾ ഈ നെല്ലിയാമ്പതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ കാപ്പിത്തോട്ടങ്ങളും ഈ തേയിലത്തോട്ടങ്ങളും പിന്നെ ഇവിടുത്തെ കുളിർമയേറിയിട്ടുള്ള ഈ ഒരു കാലാവസ്ഥ, അതായത് ഭയങ്കര തണവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഈ 3 കാര്യങ്ങളാണ് ഈ നെല്ലിയാമ്പതിയുടെ ഒരു അട്രാക്ഷൻ. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് മരങ്ങൾ കാണാം, വെറൈറ്റി മരങ്ങൾ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ തലപോയൊരു മരം. അപ്പോൾ അതുപോലെ വലിയ വലിയ മരങ്ങൾ വീണ് കിടക്കുന്നതും, അങ്ങനെ എന്താ പറയുക, നമ്മൾക്ക് ചിന്തിക്കണേക്കാളും അപ്പുറം സൈസുള്ള മരങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ്. ഈ മുമ്പിൽ കാണുന്നത് കംപ്ലീറ്റ് കാപ്പിയാട്ടോ, കാപ്പിത്തോട്ടങ്ങൾ. അപ്പോൾ ഈ കാപ്പിത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയായി. ഇനി ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരം കൂടി നമുക്ക് മുന്നോട്ട് പോകണം. എങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടെ എത്താം. അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം. ഇവിടെ ഇതുപോലെ കൊച്ചു പാലങ്ങൾ വരുന്നുണ്ട്. ഈ കൊച്ചു പാലങ്ങളും ഹെയർ പിന്നുകളൊക്കെ ഈ പോണ വഴിയിൽ നമുക്ക് കാണാം. അങ്ങനെ നമ്മളിവിടെ എത്തി, ഈ ഒരു ജംഗ്ഷനിലെത്തി. ഇത് ലെഫ്റ്റ് പോയ വിക്ടോറിയ, റൈറ്റ് പോയ കാരടി. നമുക്ക് പോകേണ്ടത് ഈ കാരടി റൂട്ടിലാണ് പോകേണ്ടത്. എങ്കിലാണ് നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് പോകാൻ സാധിക്കുള്ളൂ. നമ്മുടെ മുമ്പിൽ പോയവർ അവിടെ വഴി ചോദിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാരടി വഴിക്ക് മുന്നോട്ട് പോകാം. ഈ കാരടി വഴിക്ക് മുന്നോട്ട് പോയാലാണ് നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് എത്തിച്ചേരാം. അപ്പോൾ എൻ്റെ പുറകിലായിട്ട് റോയും ലിജോയും ഡോണും വരുന്നുണ്ട്. ഞാനും ജിൻസും കൂടിയിട്ട് ഒരു വണ്ടിയുമ്പോൾ പോണു, ബാക്കിയുള്ളവർ അടുത്ത വണ്ടിയുമ്പോൾ വരുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയൊരു മരം വീണ് കിടക്കുന്നുണ്ടോ, എന്താ മരത്തിൻ്റെ നീളം. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു അമ്പലം കാണാം. ഇവിടെയുള്ള ഗ്രാമവാസികൾ പ്രാർത്ഥിക്കുന്ന ഒരു അമ്പലമായിരിക്കണം അത്. ഈ മുമ്പോട്ടുള്ള യാത്രയിൽ മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാപ്പിത്തോട്ടങ്ങളാണ്. അതിമനോഹരമായിട്ടാണ് ഇവിടെ ഈ കാപ്പിത്തോട്ടങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും വെട്ടി നിർത്തിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണുന്നത്. കാരണം ഒരുപാട് വളർന്ന് പന്തലിച്ച് പോകാതിരിക്കാനായി ഒരു പ്രത്യേക ഒരു ഹൈറ്റ് എത്തുമ്പോൾ അതിനെ വെട്ടി എങ്കിലാണ് കൂടുതലായിട്ട് വിളവ് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, കാപ്പിക്കുരുക്കൾ ഉണ്ടായി നിൽക്കുന്ന കാഴ്ച കണ്ടോ. ഇവിടെയുള്ള കംപ്ലീറ്റ് മരത്തുമ്മ ഇതുപോലെ കാപ്പിക്കുരു ഉണ്ടായി നിൽക്കുക. അപ്പോൾ ഞാൻ വളരെ വിരളമായി 1-2 മരത്തുമ്മ മാത്രമാണ് പഴുത്ത് നിൽക്കുന്ന കാപ്പിക്കുരുകൾ കണ്ടുള്ളൂ. ബാക്കി എല്ലാ കാപ്പി ചെടിയുമ്മലും ഇതുപോലെ പച്ച കളറിലാണ് കാപ്പിക്കുരു ഉണ്ടായി നിൽക്കുന്നത്. ഇതാണ് കാപ്പിക്കുരു. പലർക്കും കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയായിരിക്കാം. ഹൈ റേഞ്ചിൽ താമസിക്കുന്നവർക്ക് ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ സാധാരണക്കാർക്ക് ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായൊരു കാഴ്ച തന്നെയാണ്. ഇതാണ് നമ്മുടെ കാപ്പിയുടെ പൂവ്. അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചു. നമ്മൾ പോകും വഴി നല്ല അടിപൊളി യൂക്കാലിപ്റ്റസ് മരങ്ങൾ നമുക്കായി നിവർന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ
തൊലി നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അതായത് നല്ല വെളുത്ത കളറിലായിരിക്കും. അതാണ് യൂക്കാലിപ്റ്റസ് മരങ്ങളെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗം. അങ്ങനെ നമ്മൾ നമ്മുടെ പാർക്കിങ്ങിലെത്തി. ഇതാണ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇതിന് താഴെ ഒരുപാട് പേർ നീന്തി തുടിച്ച് കളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളി ആംബിയൻസാണ്. ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. മാത്രമല്ല നമുക്കിവിടെ ഒരുപാട് കൊച്ചു കിളികളെ കാണാൻ സാധിക്കും, വെറൈറ്റി കിളികൾ. അപ്പോൾ ഇങ്ങനത്തെ കിളികളെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടേക്ക് വരാം. ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് വരാം. ഇതിന് താഴെ അതിവിശാലമായി ഒഴുകുന്ന ഒരു നദി നിങ്ങൾക്ക് കാണാം. ഭാരതപ്പുഴ, ചാലക്കുടിപ്പുഴ, കാവേരി ഇവയാണ് ഈ നെല്ലിയാമ്പതിയുടെ വൃഷ്ടിപ്രദേശത്ത് ഒഴുകുന്ന പ്രധാന നദികൾ. അപ്പോൾ അതിലേതോ ഒരു നദിയാണ് ഈ താഴെക്കൂടെ ഒഴുകി പോണത്. ഏത് നദിയാണെങ്കിലും കുഴപ്പമില്ല, നല്ല അടിപൊളി സെറ്റപ്പ് വെള്ളമാണ് ഇവിടെ. തണവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, രക്ഷയില്ലാത്ത തണവ്. ഈ വെള്ളത്തിലൊക്കെ നമ്മളൊരു 5 മിനിറ്റ് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കയ്യും കാലമൊക്കെ നമ്മുടെ ഐസാവും. അത്രയ്ക്കും തണവുള്ള, അത്രയ്ക്കും ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, അങ്ങനെ വേണം ഇതിനെ പറയാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ച വഴിക്ക് ഞങ്ങൾക്ക് ഇവിടെ മലമുഴക്കി വേഴാമ്പലിനെ കാണാൻ സാധിച്ചു. നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയായിട്ടുള്ള ദ ഗ്രേറ്റ് ഹോൺബിൽ എന്നറിയപ്പെടുന്ന മലമുഴക്കി വേഴാമ്പൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു പക്ഷിയാണിത്. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്കിതിനെ കാണാനായി സാധിച്ചു. പക്ഷേ എൻ്റെ ഫോണിൽ ഞാൻ ഷൂട്ട് ചെയ്തത് കൊണ്ട് മാക്സിമം ക്ലാരിറ്റിയിൽ സൂം ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം പക്ഷികളെയും ഇത്തരം ജീവജാലങ്ങളെയും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നെല്ലിയാമ്പതിയിലേക്ക് വരാം. നിങ്ങളിപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 80 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നെല്ലിയാമ്പതി ഉള്ളത്. പാലക്കാട് നിന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം 60-65 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നെല്ലിയാമ്പതി സ്ഥിതി ചെയ്യുന്നത്. ഈ നെല്ലിയാമ്പതിയുടെ അടുത്തുള്ള എയർപോർട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടും അതുപോലെ തന്നെ കോയമ്പത്തൂർ എയർപോർട്ടുമാണ്. ഞങ്ങളങ്ങനെ തിരിച്ച് വീണ്ടും കൈക്കാട്ടിയിലെത്തി. കൈക്കാട്ടിയിൽ ഒരു ജനകീയ ഹോട്ടൽ നമുക്കായിട്ട് തുറന്നിട്ടുണ്ട്. 20 രൂപയാണ് അവിടുത്തെ ഊണിൻ്റെ ചാർജ്. ഞങ്ങൾ അതിനു വേണ്ടി കയറി, പക്ഷേ ഊണ് കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഇവിടെയുള്ള കുരങ്ങന്മാരെയും കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. ഇനി ഞങ്ങളുടെ യാത്ര താഴേക്കാണ്. താഴെ പോവുക. 3 മണിക്ക് മുമ്പ് നമുക്ക് അവിടെ പോയി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് നമുക്ക് കടന്നു പോകണം. പക്ഷെ പോകുന്ന വഴിയിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വാച്ച് ടവർ കണ്ടത്. അപ്പോൾ ഈ വാച്ച് ടവറിൽ വന്ന് ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഈ കാണുന്ന റോട്ടിൽ നിന്നാണ് നമ്മൾ കയറി വന്നത് തന്നെ. അപ്പോൾ നിങ്ങളിതിൻ്റെ ഹൈറ്റ് ഒന്ന് കണ്ടോട്ടാ, നോക്കിക്കോ. അയ്യവാ, നോക്ക്, ഈ ഹൈറ്റിലേക്കാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് കണ്ട നമ്മുടെ ഹൈറ്റ്. വരുന്ന വഴിയിൽ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നിർത്തി. ഞങ്ങളതിന് ശേഷം 3 മണിക്ക് മുമ്പ് തന്നെ ചെക്ക് പോസ്റ്റ് കടന്ന് ഞങ്ങൾ പുറത്തെത്തി. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെക്ക് പോസ്റ്റിൽ നിന്നും പോത്തുണ്ടി ഡാം വരെ പോകുന്ന ആ വഴിയിലൂടെയാണ്. നീണ്ടു നിവർന്ന് കിടക്കുന്ന അടിപൊളി വഴിയാണ്.
അങ്ങനെ ഞങ്ങൾ ഒരു പാടത്തിൻ്റെ സൈഡിലെത്തിയപ്പോൾ വണ്ടി നിർത്തി. അസ്തമയം കാണാനായി ഞങ്ങൾ നിർത്തിയപ്പോൾ ഒരുപാട് പക്ഷികൾ പറന്നു പോകുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണാനായി സാധിച്ചു. അപ്പോൾ പക്ഷികൾ കൂടണയാൻ പോകുന്ന ഈ സമയത്ത് ഞങ്ങളും യാത്ര അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ പേര് മറക്കണ്ട, സഞ്ചാരി യൂട്യൂബ് ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.